ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കം വന്ന് നിന്നാലേ എന്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ നോക്കിക്കോളാം. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാശെടുത്ത് സഹായിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാമനെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട മാം. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവളിങ്ങ് തിരിച്ചു വരില്ലേ? സോ അതുവരെ ഞാൻ അവക്ക് വേണ്ടി കാത്തിരിക്കണം. സിതാര ശ്രീനിവാസ് വേലക്കാരുടെ മോക്ക് വേണ്ടി കാത്തിരിക്കണം അല്ലേ സിനി? എന്റെ പണം വാങ്ങി കൈവച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അനുസരിച്ച് പെരുമാറുന്ന ആരും വിചാരിക്കണ്ട. കണ്ട ആദ്യത്തെ നിമിഷം തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഇല്ല ഉണ്ടാക്കണമായിരുന്നു അവളെ. തേടി പിടിച്ച് കൊണ്ടുവന്നത് എന്റെ തെറ്റ്. കൃഷ്ണ ഇനി തിരിച്ചു വരണ്ടെന്നാണോ മാം പറയുന്നത്? അപ്പോ ഗാഥ മാഡത്തിന്റെ കാര്യം? ഗാഥ എന്റെ മോളാ. അവക്കൊരു ദോഷം വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആര് സഹായിച്ചാലും ഇല്ലെങ്കിലും എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എനിക്കറിയാം. സുനന്ദേ, ഞാൻ ഇറങ്ങുകയാണ്. ഹലോ മോളെ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പോ കുറച്ച് പ്രശ്ന ഗോപാലമാമ. എന്നാ പിന്നെ ഓപ്പറേഷന്റെ കാര്യം പെട്ടെന്ന് നോക്കിക്കൂടെ? സിത്താരാമ്മയുടെ അക്കൗണ്ടിൽ ഇട്ട് തന്ന പൈസ ഉണ്ടല്ലോ കയ്യില്. ഞാനേ ആ പണം തിരിച്ചു കൊടുക്കാൻ പോവാ. തിരിച്ചു കൊടുക്കാൻ പോണോ? എന്തു പറ്റി? അമ്മയുടെ അടുത്ത് പോവാൻ ഞാൻ അവധി ചോദിച്ചപ്പോ സിത്താരമ്മയുടെ സമ്മതിച്ചില്ലായിരുന്നു. ഞാൻ ദേഷ്യപ്പെട്ട ഇങ്ങോട്ട് പോന്നേ. അവർക്ക് എന്റെ ദേഷ്യം സഹിക്കേണ്ട കാര്യം എന്താ? അവരെന്തായാലും ആ പണം തിരിച്ചു ചോദിക്കും. ചോദിക്കുന്നതിന് മുന്നേ അതങ്ങ് തിരിച്ചു കൊടുത്ത ആ പ്രശ്നം തീരുമല്ലോ. പ്രശ്നം തീരുകയോ? എന്നിട്ട് അമ്മയെ രക്ഷിക്കാനുള്ള പണത്തിന് നീ എവിടെ പോവും? ഇത്രയും വലിയ തുക വേറെ എവിടെ നിന്ന് കിട്ടാനാ മോളെ? എന്ത് ജോലിയാ നിനക്ക് ആളുകൾ വെച്ച് നീട്ടാൻ പോകുന്നത്? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. കൈ കിട്ടിയ അവസരം നമ്മളായിട്ട് ഇല്ലാതാക്കാൻ പാടില്ല. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ? എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്നാ നിന്റെ അമ്മയെ നിനക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം മോളെ. അവിടെ അത്യാവശ്യമാണെങ്കിൽ അവര് നിന്നെ തിരിച്ചു വിളിക്കും. എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്നാലേ എനിക്ക് വിശ്വാസമുണ്ട്. എത്തേണ്ട സ്ഥലത്താ മോൾ എത്തിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ മോളെ, നമ്മുടെ കാര്യം നടക്കാൻ ഇടയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ മാമൻ ഉദ്ദേശിച്ച്. പിന്നെ അമ്മ ഇനി അവിടെ നിർത്തി പരീക്ഷിക്കുന്നതിൽ കാര്യമില്ല. എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്തേ പറ്റൂ. മോളൊരു കാര്യം ചെയ്, അമ്മയും കുട്ടി ഇങ്ങോട്ട് പോരെ. അയ്യോ, അത് ഗോപാലമാമ. പറയുന്ന കേക്ക് മോളെ. തങ്ക ഇവിടെ നമ്മുടെ കൂടെ വന്ന് നിക്കട്ടെ. എന്നോട് തങ്കത്തിന് എന്തോ ഒരു നീരസമുണ്ട്. പക്ഷേ സിത്താര മാഡത്തിന്റെ വീട്ടിൽ മോക്ക് പോണമെങ്കിൽ തങ്കത്തിന് നിനക്ക് ധൈര്യമുള്ളൊരു സ്ഥലത്ത് നിർത്തട്ടെ. മോൾ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. തൽക്കാലം ഗോപാലൻ മാമന്റെ സുനന്ദയും കൂടെ നിൽക്കാൻ പറയണം. തങ്കം വന്ന് നിന്നാലേ എന്റെ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ നോക്കിക്കോളാം. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാശെടുത്ത് സഹായിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാമനെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഗോപാലമാമ അന്യായിട്ടൊന്നുമല്ല നിന്നെ കാണുന്നത്. സ്വന്തം മകളായിട്ട് തന്നെയാ. മോളെ, ഒന്നുമില്ല ഗോപാലമാമ. ഒന്ന് കയ്യെത്തി പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ അമ്മയും. ഇപ്പൊ ഗോപാലമാമനും സുനന്ദേച്ചി ഞങ്ങൾക്ക് ഉണ്ടല്ലോ. കിട്ടിയ കാശുണ്ട് നമ്മൾ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്നു. തങ്കം ഒന്ന് നേരെ നിന്നാലേ നിന്റെ മനസ്സ് നേരാവോന്ന് ഗോപാലമാമന് അറിയാം. അപ്പോ നീ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കല്ലേ? ഞാൻ വരാം. അമ്മയും കൊണ്ട് തന്നെ വരാം. ശരി മോളെ. അമ്മയ്ക്ക് ഇവിടെ തങ്ങാനുള്ള ഏർപ്പാടേ ഞാനും സുനന്ദയും കൂടെ ചെയ്തോളാം. ശരി.
ഇനി മാറ്റി മോളെ, കുറെ നേരം ആയല്ലോ. കാലിന് വേദന ഉണ്ടായിട്ട് ആരോടും പറയാതെ അമ്മ 2 ദിവസം കൊണ്ടു നടന്നില്ലേ? ഇനി അതുകൊണ്ട് നടക്കണ്ട. അയ്യോ, എന്ത് പറ്റി അമ്മയുടെ കാലില്? ഓ, ചോദിച്ചല്ലോ നീ. എനിക്കല്പം പ്രായമായി, കാര്യങ്ങളൊന്നും പഴയതുപോലെ ചെയ്യാൻ വയ്യാന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഓ, പക്ഷേ സുമിത്ര എനിക്കൊരു അവസരം തരണ്ടേ? വല്ലാതെ കയ്യേറ്റല്ലേ? ഒരു കയ്യേറ്റവും ഇല്ല നിർമ്മലെ. നിർമ്മല വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഇത് ചെയ്തോളൂ. ഇനിയിപ്പൊ ഞാൻ കൈയൊന്നും ചീത്തയാക്കുന്നില്ല. ഇത് തന്നെയാ കുഴപ്പം. കയ്യും മെയ്യും അനങ്ങാൻ വയ്യ എന്ന സംസാരത്തിന് മുൻപന്തി നിൽക്കുകയും വേണം. അല്ല, വേണമെങ്കിലേ കുറച്ചു കാലം ഞാൻ അമ്മയുടെ കാര്യം നോക്കിക്കോളാം. വേണ്ട മോളെ, അയ്യോ, അമ്മയ്ക്ക് കുറച്ചു നാളുകൂടി ജീവിക്കണമെന്നുണ്ട്. ആ, നവീൻ വന്നല്ലോ. അച്ഛനോടെ അമ്മ? അകത്തുണ്ട്. അമ്മ അച്ഛനൊന്ന് വിളിച്ചേ. എന്താ നിന്റെ മുഖത്തൊരു ഗൗരവം? അല്പം ഗൗരവമുള്ള കാര്യമാണ് മുത്തശ്ശി. എന്താടാ? നാളത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അച്ഛാ? നാളത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് എന്താ? തെങ്ങേറ്റക്കാരൻ വരുന്ന നാളെയല്ല, മറ്റന്നാളാ. പിന്നെ പറമ്പിൽ നിൽക്കുന്ന ഒരു ആഞ്ഞിലി മുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല. എന്താ അമ്മേ നാളത്തെ പ്രത്യേകത? എനിക്കറിഞ്ഞൂടാ. എന്തു പറ്റി മോനെ? ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും അറിയോ? എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല. നീ കാര്യം എന്താന്ന് പറ. സാധാരണ മറ്റാർക്കും ഓർമ്മയില്ലാത്ത കാര്യങ്ങള് അമ്മായിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അമ്മായിക്ക് വല്ല ധാരണയുണ്ടോ? അയ്യോ, എന്റെ പൊന്നു മോനെ, എനിക്കറിഞ്ഞൂടാ. കൊള്ളാം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം എല്ലാരും കൂടെ മറന്നു കളയെന്ന് വെച്ചാ അതൊട്ടും ശരിയായ കാര്യമല്ല. പ്രധാനപ്പെട്ട ദിവസമോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛനെ കയ്യൊന്ന് കിട്ടിയേ.